നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ്രകരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. ABC സെയിൽസ് കോർപ്പറേഷൻ, ABC സ്ക്വയർ, NH പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വീശിയടിച്ച് കാലവർഷം ജനങ്ങളിൽ ഭീതി വിതയ്ക്കുന്നു. വിവിധ ഭാഗങ്ങളിൽ വൻ നാശനഷ്ടം. വൈവിധ്യമാർന്ന പരിപാടികളുമായി വായനാ വാരാചരണത്തിന് തുടക്കമായി. സ്കൂളുകളിലും വായനശാലകളിലും പുസ്തക ചർച്ചകളും അനുബന്ധ പരിപാടികളും. കരിവെള്ളൂർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന്റെ ശോച്യാവസ്ഥയിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ പ്രക്ഷോഭത്തിലേക്ക്. പ്രക്ഷോഭത്തിന്റെ ആദ്യഘട്ടമായി ആശുപത്രിയിലേക്ക് മാർച്ചും ധർണയും. വലിയപറമ്പ് പഞ്ചായത്തിലെ തെക്കൻ മേഖലാ നിവാസികളുടെ ആശ്രയമായിരുന്ന കുടിവെള്ള സംഭരണി നാട്ടുകാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നു. കാലപ്പഴക്കത്താൽ ജലസംഭരണിക്കേറ്റ ക്ഷതങ്ങളാണ് അപകടക്കണിയൊരുക്കുന്നത്. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ തോട് അറ്റകുറ്റപ്പണി നടത്തി പൂർവ്വസ്ഥിതിയിലാക്കി. നടപടി നെറ്റ്വർക്ക് വാർത്തയെ തുടർന്ന്. ഹക്കീം വധം. പയ്യന്നൂർ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV ബാബുവിന്റെ നിരാഹാരം 3ാം ദിവസത്തിലേക്ക്. സമരത്തെ പിന്തുണച്ച് വിവിധ സംഘടനകളും പ്രമുഖ വ്യക്തികളും സമരപ്പന്തലിലെത്തി. വാർത്തകൾ വിശദമായി. തെങ്ങുപൊട്ടി വീണ് വീടിന്റെ മേൽക്കൂര തകർന്നു. വലിയപറമ്പ് പഞ്ചായത്തിലെ 5ാം വാർഡിലെ KP ബീഫാത്തുമ്മയുടെ ഓടുമേഞ്ഞ വീടാണ് തകർന്നത്. കുടുംബം സമീപത്തെ ഗ്രാമീണ വായനശാലയിലേക്ക് താമസം മാറ്റി. ഞായറാഴ്ച രാത്രി 9:30 ആഞ്ഞുവീശിയ ശക്തമായ കാറ്റിലാണ് വലിയപറമ്പിലെ KP ബീഫാത്തുമ്മയുടെ വീടിന്റെ പിറകുവശത്തെ തെങ്ങുപൊട്ടി വീടിന്മേൽ പതിച്ചത്. ഓടും കഴുക്കോലും പൂർണ്ണമായും തകർന്ന നിലയിലാണ്. അപകടം നടക്കുമ്പോൾ വീട്ടിനകത്ത് ഉറങ്ങുകയായിരുന്ന കൊച്ചുമകളെയും കൊണ്ട് പുറത്തേക്ക് ഓടിയതിനാലാണ് വലിയൊരു അപകടം ഒഴിവായതെന്ന് വീട്ടുടമ പറയുന്നു. ഞാനവിടുന്ന് വീണ് കേട്ടൊരൊച്ച കേട്ടൊരണിച്ച് പുറത്തേക്ക് വന്ന് വാതിൽ തുറക്കുമ്പോൾ കൊട്ടാകെ അങ്ങ് തകർന്നിട്ട് കിടക്കുന്നു. കുഞ്ഞിനെടുത്തിട്ട് പുറത്തേക്ക് ഓടിയതാണ്. ബീഫാത്തുമ്മയുടെ ഭർത്താവ് TP അബ്ദുറഹിമാനും മറ്റു 2 മക്കളും അല്പമകലെ പള്ളിയിൽ താറാവി നമസ്കാരത്തിന് പോയതായിരുന്നു. മേൽക്കൂര മുഴുവനായും തകർന്ന് നിലംപതിച്ചതിനാൽ ബീഫാത്തുമ്മയും കുടുംബവും അടുത്തുള്ള ഗ്രാമീണ വായനശാലയിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. നിർധന കുടുംബത്തിനേറ്റ ദുരന്തമറിഞ്ഞതിനെ തുടർന്ന് തഹസിൽദാറും വില്ലേജ് ഓഫീസറും വാർഡ് മെമ്പർ രാമചന്ദ്രൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രമോദ് മാടക്കാൽ തുടങ്ങിയവർ സ്ഥലത്തെത്തി കുടുംബത്തെ സമാശ്വസിപ്പിച്ചു. ശക്തമായ കാറ്റിൽ വാഴകൾ നിലംപൊത്തി. ചന്തപ്പുര കൈരളി സ്വാശ്രയ സംഘം പ്രവർത്തകരുടെ നേതൃത്വത്തിലുള്ള തോട്ടത്തിലെ 300ഓളം കുലച്ച വാഴകളാണ് കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിൽ നശിച്ചത്. 1.5 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു. കാലവർഷം ശക്തി പ്രാപിക്കും മുൻപ് സജീവമായ കാറ്റ് കനത്ത നാശനഷ്ടങ്ങളാണ് വിവിധ പ്രദേശങ്ങളിൽ വിതയ്ക്കുന്നത്. ചന്തപ്പുരയിൽ കുലച്ച 300ഓളം വാഴകളാണ് കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിൽ നിലംപൊത്തിയത്. 800ഓളം വാഴകളാണ് തോട്ടത്തിൽ കൃഷി ചെയ്തു വന്നിരുന്നത്. സ്വാശ്രയ സംഘം അംഗങ്ങളായ KV അനീഷ്, M പുരുഷു, ഗണേശൻ മാസ്റ്റർ, രവി, KK വേണു എന്നിവരുടെ നേതൃത്വത്തിലാണ് കൃഷി നടത്തി വന്നിരുന്നത്. 1.5 ലക്ഷം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു. കൃഷി ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘം സംഭവത്തെ തുടർന്ന് സ്ഥലം സന്ദർശിച്ചു. കാറ്റിൽ മരം കടപുഴകി വീണ് വീട് തകർന്നു. ചെറുകുന്ന് താവത്തെ PP സജീവന്റെ വീടാണ് തകർന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെ ഉണ്ടായ ശക്തമായ കാറ്റിൽ അടുത്ത വീട്ടുകാരന്റെ പറമ്പിലെ കൂറ്റൻ മരം കടപുഴകി വീഴുകയായിരുന്നു. മരം വീണ് വീടിന്റെ അടുക്കള പൂർണ്ണമായും തകർന്നു. കല്ലുകൾ ഇളകി താഴേക്ക് പതിച്ചു. സംഭവം നടക്കുമ്പോൾ സജിത്തും ഭാര്യയും കുട്ടികളും വീട്ടിലില്ലാതിരുന്നത് വൻ ദുരന്തമൊഴിവാക്കി. 1 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു. ചെറുകുന്ന് വില്ലേജ് അധികൃതർ സ്ഥലം സന്ദർശിച്ചു. നമുക്ക് അനുഭവിക്കാൻ കഴിയാതെ പോകുന്ന ജീവിതങ്ങൾ അറിയാൻ വായനയിലൂടെ സാധിക്കുമെന്ന് പ്രശസ്ത കവി കൽപ്പറ്റ നാരായണൻ. കോറോം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ വാരാചരണത്തിന് തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു കൽപ്പറ്റ. 70-80 വർഷം നീളുന്ന മഴ എന്നാരെങ്കിലും മൂക്കത്ത് വിലപിക്കുക. ഓ മഴയെത്തി എന്ന് ചിരിച്ചാർക്കില്ലേ മഴയുടെ സഹപാഠികൾ. മണ്ണട്ടയും തവളയും കാറ്റും ഇലയുമായിരുന്നു മുമ്പ് അവളുടെ സഹപാഠികൾ.
ഭാവുകത്വം വികസിക്കണമെങ്കിൽ സാഹിത്യവായന അനിവാര്യമാണ്. കേവല വായനക്കപ്പുറത്ത് നിന്ന് പുസ്തകത്തെ നോക്കിക്കാണാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. കുമാരനാശാനെപ്പോലുള്ള മഹാകവികളുടെ കവിതകളിൽ നിന്ന് ജീവിതത്തിൻ്റെ അനന്തവൈചിത്ര്യമാർന്ന തലങ്ങളെ നമുക്കറിയാൻ കഴിയും. കൽപ്പറ്റ പറഞ്ഞു. പുസ്തകത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കാനുള്ള കഴിവ് വിദ്യാർത്ഥികൾ വളർത്തിയെടുക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരിപാടിയിൽ പ്രധാന അധ്യാപിക VP ശ്യാമള അധ്യക്ഷയായിരുന്നു. അധ്യാപകരായ ജയരാജൻ, P മോഹനൻ, MV രാജൻ, കലേഷ് തായ്നേരി, സുകുമാരൻ എന്നിവരും വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. വെള്ളോര ടാഗോർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ വാരാചരണത്തിന് തുടക്കമായി. പ്രശസ്ത കവി പവിത്രൻ തീക്കുനി വാരാചരണം ഉദ്ഘാടനം ചെയ്തു. ആ കുറിപ്പിൽ നിന്ന് തുടങ്ങിയ അന്വേഷണമാണ്, വായനയാണ് മൈക്കിൾ പാരഡെ എന്ന മനുഷ്യനെ ലോകത്തിൽ ഏറ്റവും മികച്ച കണ്ടുപിടുത്തങ്ങളുമായി കണ്ടുപിടിക്കാൻ സാധിപ്പിച്ചിട്ടുള്ളത്. എങ്ങനെ സാധിച്ചു? പാഠപുസ്തകത്തിനപ്പുറം വിശാലമായ ലോകം നാം കണ്ടറിയണം. വ്യത്യസ്ത തരം ജീവിതങ്ങളെ പഠിക്കാനാണ് നാം ശ്രമിക്കേണ്ടത്. യഥാർത്ഥ പഠനം അതാണെന്നും വാരാചരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പവിത്രൻ തീക്കുനി അഭിപ്രായപ്പെട്ടു. സ്കൂൾ പ്രിൻസിപ്പൽ TM ജയകൃഷ്ണൻ പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു. VV നാരായണൻ മാസ്റ്റർ, P രജനി, അബ്ദുർ റഹ്മാൻ, ആദിത്യ എന്നിവരും വായനയുടെ പ്രസക്തിയെക്കുറിച്ച് സംസാരിച്ചു. കരിവള്ളൂർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ഉച്ചയ്ക്ക് ശേഷം ഡോക്ടറുടെ സേവനം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് DYFI പ്രക്ഷോഭത്തിലേക്ക്. പ്രക്ഷോഭത്തിന്റെ ആദ്യഘട്ടമായി ആശുപത്രിയിലേക്ക് മാർച്ചും ധർണയും നടത്തി. DYFI സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് P സന്തോഷ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. DYFI കരിവള്ളൂർ സൗത്ത് നോർത്ത് മേഖലാ കമ്മിറ്റികളാണ് പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുന്നത്. കരിവള്ളൂർ ആശുപത്രിയോടുള്ള അവഗണന അവസാനിപ്പിക്കുക, ആവശ്യത്തിന് ഡോക്ടർമാരെ നിയമിക്കുക, ഡോക്ടർമാരെ സ്ഥലം മാറ്റാതിരിക്കുക എന്നീ ആവശ്യങ്ങളും DYFI ഉന്നയിക്കുന്നു. പ്രക്ഷോഭത്തിന്റെ ആദ്യഘട്ടമായാണ് ആശുപത്രിയിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. DYFI സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് P സന്തോഷ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ പനി വരുമ്പോൾ പതറിപ്പോകുന്ന ആളുകളായിട്ട് കേരളത്തിൽ ആരോഗ്യ സംവിധാനം എന്തേ മാറുന്നു? കേരളത്തിൽ ആരോഗ്യ സംവിധാനത്തെ കുറിച്ച് ഐക്യരാഷ്ട്ര സംഘടനയുടെ കണക്കുകളിൽ പറയുന്ന കാര്യമുണ്ട്. ഇന്ത്യയെ അവലംബിക്കുന്ന ഭാഗത്ത് കേരളത്തിൽ ആരോഗ്യ സംവിധാനം എന്ന് പറയുന്നത് ഏതൊരു വികസിതമായ കരിവള്ളൂർ ഗവൺമെന്റ് ആശുപത്രി സാമൂഹിക ആരോഗ്യ കേന്ദ്രമായി ഉയർത്തിയിട്ട് 5 വർഷം കഴിഞ്ഞെങ്കിലും ആശുപത്രിയുടെ ബോർഡിൽ മാത്രമേ മാറ്റമുണ്ടായിട്ടുള്ളൂ. CHCയുടെ ഒരു പ്രയോജനവും ആശുപത്രിയിലെത്തുന്നവർക്ക് ഇന്നേ വരെ ലഭിച്ചിട്ടില്ല. പനി പടർന്നു പിടിച്ച സമയത്ത് പോലും ഉച്ചവരെ മാത്രമേ ആശുപത്രി പ്രവർത്തിച്ചിരുന്നുള്ളൂ. ഇപ്പോൾ ആശുപത്രിയിൽ 4 ഡോക്ടർമാരുണ്ട്. ഇവരിൽ ഒരാളുടെ സേവനം ഉച്ചയ്ക്ക് ശേഷം ഉപയോഗപ്പെടുത്തിയാൽ നാട്ടുകാർക്ക് ഇത് ഏറെ പ്രയോജനപ്പെടും. വലിയപറമ്പ് പഞ്ചായത്തിലെ തെക്കൻ മേഖലാ നിവാസികളുടെ ആശ്രയമായിരുന്ന കുടിവെള്ള സംഭരണി ഇന്ന് നാട്ടുകാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നു. കമ്പി ദ്രവിച്ചും കോൺക്രീറ്റ് പൊട്ടിയകുന്നും ഏതു നിമിഷവും നിലംപതിക്കാവുന്ന തരത്തിലാണ് 30 മീറ്ററോളം പൊക്കമുള്ള ഈ പടുകൂറ്റൻ ടാങ്ക്. 5 പതിറ്റാണ്ടുകൾക്ക് മുൻപ് പണിത വാട്ടർ ടാങ്കാണിത്. വലിയപറമ്പ് പഞ്ചായത്തിലെ തെക്കൻ മേഖലയിലെ ജനങ്ങൾക്ക് ശുദ്ധജലമെത്തിക്കാൻ പഞ്ചായത്ത് നിർമ്മിച്ച ഈ ടാങ്കിന്റെ അപകടം അധികൃതരെ അറിയിക്കാഞ്ഞിട്ടല്ല. ഒരു ദുരന്തം സംഭവിച്ചാലേ തുടർ നടപടിയുണ്ടാകൂ എന്നതാണ് വർത്തമാനകാലത്തെ മിക്ക സംഭവങ്ങളും സാക്ഷ്യപ്പെടുത്തുന്നത്. ശുദ്ധജലത്തിനായി മാടക്കാലിൽ നിർമ്മിച്ച കിണറിൽ നിന്നും പമ്പ് ചെയ്ത് പുഴയിലൂടെ പൈപ്പിട്ടാണ് ഇതിലേക്ക് ശുദ്ധജലം എത്തിച്ചിരുന്നത്. മാടക്കാലിലെ കിണറിൽ ഉപ്പുവെള്ളം കലരാൻ തുടങ്ങിയതോടെ കിണറും ടാങ്കും ഉപേക്ഷിക്കുകയായിരുന്നു. രാമന്തളി പഞ്ചായത്തിൽ സ്ഥലം വിലയ്ക്ക് വാങ്ങി കിണർ കുഴിച്ച് പാണ്ഡ്യാല കടപ്പുറത്ത് നിന്ന് വാട്ടർ ടാങ്ക് നിർമ്മിച്ച് അതിൽ നിന്നുമാണ് ഇപ്പോൾ തെക്കൻ മേഖലയിലുള്ളവർക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്നത്. മാടക്കാലിലെ കിണറും പമ്പ് ഹൗസും ഇപ്പോൾ കാടുകയറി മതിലിടിഞ്ഞ് ഭാർഗവി നിലയം കണക്കെ സമീപത്തുള്ളവർക്ക് ഭീഷണി സൃഷ്ടിക്കുകയാണ്. ജലസംഭരണിക്ക് തൊട്ടു താഴെയുള്ള വഴിയിലൂടെയാണ് അംഗൻവാടി കുട്ടികളും സ്കൂൾ വിദ്യാർത്ഥികളും നാട്ടുകാരും അടക്കം പ്രദേശത്തുകാരെല്ലാം നടന്നു പോകുന്നത്. ടാങ്കിനോട് ചേർന്ന് നിൽക്കുന്ന പടുകൂറ്റൻ തെങ്ങുകളും യാത്രക്കാർക്ക് ഭീഷണി സൃഷ്ടിക്കുന്നതായും നാട്ടുകാർ പറയുന്നു. മുകളിലോട്ട് ശ്രദ്ധിച്ചാൽ ആരും ഇതുവഴി പോകാൻ ധൈര്യപ്പെടില്ല. തൊട്ടു താഴെയുള്ള HT വൈദ്യുതി കമ്പികളും പോസ്റ്റുകളും മറ്റൊരു ഭീഷണിയാണ്. തകർന്നടിഞ്ഞ മാടക്കാൽ തൂക്കുപാലത്തിന്റെ വലിയപറമ്പ് ഭാഗത്തെ തൂണിന് സമീപത്തുള്ള ഈ ടാങ്കും ഒരു തകർച്ചയ്ക്ക് മുമ്പേ പൊളിച്ചു മാറ്റാൻ നടപടിക്ക് വേണ്ടിയുള്ള ശ്രമത്തിലാണ് താനെന്ന് പഞ്ചായത്ത് അംഗം KV രാമചന്ദ്രൻ പറയുന്നു. ഇത് വർഷങ്ങളായിട്ട് ഇതിങ്ങനെ ഞാൻ കുറേ പ്രാവശ്യം ഇതിൻ്റെ ഒരു പരാതിയും കൊടുത്തിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇത് പൊളിഞ്ഞു പോകും. ഇത് പിന്നെ കടവാണ്, ഇവിടെ ആൾക്കാർ സ്കൂൾ കുട്ടികളെല്ലാം പോകുന്ന വഴിയാണ്. അപ്പോൾ ഏത് സമയത്ത് അത് പൊട്ടി വീഴും. കഴിഞ്ഞ വർഷം തന്നെ ഞാൻ ബോർഡ് കൂടിയ സമയത്ത് പഞ്ചായത്ത് ബോർഡ് ചേർത്ത് തന്നെ പ്രത്യേകം ഇതിനൊരു കത്തുമൊക്കെ കൊടുത്ത് ഇതിൻ്റെ പരാതിയെ കൊടുത്ത് അത് ബന്ധപ്പെട്ട ഓഫീസിലും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെ ഒരാൾ ശ്രദ്ധിക്കുകയോ ഇതിൻ്റെ കാര്യങ്ങൾ നോക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പം പറയാൻ കാരണം പലതും ഇപ്പോൾ ഈ ശക്തിയായ കാര്യത്തിക്കുന്ന സമയം വർഷമാണ്. ഇതിപ്പോൾ ഇതിലെ ആൾക്കാർ കടന്നു 100 കണക്കിന് ആൾ സ്കൂൾ കുട്ടികളിൽ കടന്നു പോകുന്നുണ്ട്. എപ്പോഴാണ് പൊട്ടി വീന്ന് പറയാൻ ആ നിലയിലേക്ക് പോയില്ല. അതുകൊണ്ട് ഇതിന് എന്തായാലും ഇതിൻ്റെ പരിഹാരം ഞാൻ കൂടുതലൊന്നും പറഞ്ഞത് പരിഹാരം കാണും. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ.
നെറ്റ്വർക്ക് വാർത്ത തുണയായി. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ തോട് പൂർവ്വസ്ഥിതിയിലാക്കി. വെള്ളക്കെട്ടിന് താൽക്കാലിക പരിഹാരം. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷന് സമീപത്തെ തോടും ഓവുചാലും നിർമ്മാണ പ്രവൃത്തി നടത്തുന്ന വാർത്ത ഞങ്ങൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഓവുചാൽ മണ്ണിട്ട് നികത്തിയതുമൂലം മാടായിയിലെ നിരവധി വീടുകൾ വെള്ളക്കെട്ട് ഭീഷണി നേരിട്ടിരുന്നു. ചൈനാക്ലേ റോഡ് വെള്ളത്തിലാവുകയും ചെയ്തിരുന്നു. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് റെയിൽവേ അധികൃതർ ഇടപെട്ട് മണ്ണ് നീക്കം ചെയ്യുകയായിരുന്നു. ആദ്യം JCB ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യാൻ ശ്രമിച്ചെങ്കിലും JCB ചെളിയിൽ താണുപോയി. തുടർന്ന് റെയിൽവേ പാഴ്സൽ ജീവനക്കാരൻ ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾ മണ്ണ് നീക്കം ചെയ്ത് വെള്ളം ഒഴുകിപ്പോകാൻ സൗകര്യമൊരുക്കി. ഇതോടെ പ്രദേശത്തെ വെള്ളക്കെട്ടിന് താൽക്കാലിക പരിഹാരമായി. ഇവിടെ ശാസ്ത്രീയമായി ഓവുചാൽ നിർമ്മിച്ചില്ലെങ്കിൽ മഴയത്ത് ഓവുചാൽ മണൽമൂടി വീണ്ടും വെള്ളക്കെട്ടിന് കാരണമാകും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഹക്കീം വധം പ്രതികളെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലുള്ള നിരാഹാര സമരം 39ാം ദിവസത്തിലേക്ക്. പയ്യന്നൂർ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV ബാബുവിന്റെ നിരാഹാരം 3ാം ദിവസത്തിലേക്ക്. സമരത്തെ പിന്തുണച്ച് സമരസംഘടനകളും പ്രമുഖരും സമരപന്തലിലെത്തി. പയ്യന്നൂർ നഗരസഭാ അധ്യക്ഷ KV ലളിത, അത്തായി ബാലൻ, K രാഘവൻ, ലാലു തെക്കേത്തലക്കൽ എന്നിവർക്ക് ശേഷം കഴിഞ്ഞ ദിവസം മുതൽ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV ബാബുവാണ് നിരാഹാര സത്യാഗ്രഹം ഇരിക്കുന്നത്. സമരത്തെ പിന്തുണച്ചുകൊണ്ട് വിവിധ സംഘടനകളും പ്രമുഖരും സമരപ്പന്തലിലെത്തുന്നുണ്ട്. കവിയും സാംസ്കാരിക വിമർശകരുമായ കൽപ്പറ്റ നാരായണൻ സമരപ്പന്തലിലെത്തി. പോലീസും ഭരണകൂടവും ജനങ്ങളെ വെല്ലുവിളിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M രാജഗോപാലൻ, INL സംസ്ഥാന സെക്രട്ടറി K ലത്തീഫ് എന്നിവരും സമരപ്പന്തലിലെത്തി. ശിശുവിരുദ്ധ ബാലനീതി നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കരിവെള്ളൂരിൽ കുട്ടികൾ രാഷ്ട്രപതിക്ക് പോസ്റ്റ് കാർഡുകൾ അയച്ചു. ബാലസംഘം കരിവെള്ളൂർ നോർത്ത് വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ശിശുവിരുദ്ധ ബാലനീതി നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഓരോ യൂണിറ്റിലും 10 വീതം പോസ്റ്റ് കാർഡുകളാണ് രാഷ്ട്രപതിക്ക് അയക്കുന്നത്. പാർലമെന്റ് പാസാക്കിയ ശിശുവിരുദ്ധ ബാലനീതി നിയമം ദയവായി പിൻവലിക്കൂ, ബാലവേലയ്ക്ക് നിയമസാധ്യത നൽകുന്ന നിർദ്ദിഷ്ട നിയമ ഭേദഗതിക്ക് അംഗീകാരം ദയവായി നിഷേധിക്കൂ എന്നതാണ് കാർഡിന്റെ ഉള്ളടക്കം. കരിവെള്ളൂർ രക്തസാക്ഷി നഗറിൽ നിന്ന് കുട്ടികൾ ജാഥയായി അണിചേർന്നാണ് കരിവെള്ളൂർ ബസാറിൽ സ്ഥാപിച്ച പോസ്റ്റ് ബോക്സിൽ കത്തയക്കാനായി എത്തിയത്. നിരവധി കുട്ടികൾ പങ്കെടുത്തു. ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജൂൺ 22 പാർട്ടി സ്ഥാപക ദിനം പയ്യന്നൂരിൽ സമുചിതമായി ആചരിച്ചു. പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KU രാഘവൻ പതാക ഉയർത്തി. തുടർന്ന് പെരുമ്പ നേതാജി ഭവനിൽ സ്ഥാപക ദിനാചരണം ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് T മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കമ്മിറ്റി അംഗം KM ബാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. മണ്ഡലം സെക്രട്ടറി തമ്പാൻ പെരളം, VP സുഭാഷ്, N പത്മനാഭൻ, VM ശ്രീധരൻ, CV മനോഹരൻ എന്നിവർ പ്രസംഗിച്ചു. വായനാ വാരാചരണത്തിന്റെ ഭാഗമായി പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനയും ജീവിതവും എന്ന വിഷയത്തിൽ സംവാദം സംഘടിപ്പിച്ചു. പ്രശസ്ത കവി കൽപ്പറ്റ നാരായണൻ കുട്ടികളുമായി സംവദിച്ചു. എല്ലാവരും ഭാഷ തന്നെയാണ് എഴുതുന്നത്, എങ്കിലും ഇതിനു വേണ്ടി എത്ര ചെറുപ്പം തൊട്ടേ കഷ്ടപ്പെട്ട് എനിക്ക് മാത്രമുള്ള ഒരു ഭാഷയിൽ, എനിക്ക് മാത്രമുള്ള ഒരു എഴുത്ത് രീതിയിൽ ഞാനെത്തി. എൻ്റെ കൈപ്പട വരെ വളരെ വ്യത്യാസമാക്കാൻ വേണ്ടി ഒരു അനാവശ്യമായിരുന്നു. ഇപ്പോൾ DTP ഒക്കെ വന്നു, എൻ്റെ കൈപ്പടയുടെ വല്ല കാര്യമുള്ളൂ. വായനയുടെ വ്യത്യസ്ത സ്ഥലങ്ങളെക്കുറിച്ച് കുട്ടികൾ കവിയോട് ചോദിച്ചറിഞ്ഞു. PTA പ്രസിഡന്റ് K പ്രകാശൻ അധ്യക്ഷനായിരുന്നു. അധ്യാപകരായ P പ്രേമചന്ദ്രൻ, രവി, ഗംഗാധരൻ, വിജയൻ എന്നിവർ പ്രസംഗിച്ചു. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കൂ, പ്രകൃതിയെ രക്ഷിക്കൂ എന്ന സന്ദേശവുമായി വനിതാ കൂട്ടായ്മ. നെരുവമ്പ്രം ഗാന്ധി സ്മാരക വായനശാല വനിതാവേദിയുടെ നേതൃത്വത്തിലാണ് വനിതകൾ ബോധവൽക്കരണം നടത്തുന്നത്. വർദ്ധിച്ചുവരുന്ന പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുമ്പോൾ ഇതിന്റെ ഉപയോഗം കുറയ്ക്കുക എന്നതാണ് ഇവർ ലക്ഷ്യമിടുന്നത്. ഇതിനായി വായനശാല പ്രവർത്തന പരിധിയിലെ സ്ത്രീകൾക്ക് പേപ്പർ ബാഗ് പരിശീലനം നൽകി. നെരുവമ്പ്രം വായനശാലയിൽ നടന്ന പരിപാടിയിൽ നിരവധി വനിതകൾ പങ്കെടുത്തു. ഹരിനാരായണൻ മാസ്റ്റർ പരിശീലനത്തിന് നേതൃത്വം നൽകി. VP ജയശ്രീ, R അജിത, V കാർത്യായിനി തുടങ്ങിയവർ സംബന്ധിച്ചു. മാതമംഗലം CP നാരായണൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വായനാ വാരാചരണത്തിന്റെ ഭാഗമായി എന്റെ വിദ്യാലയത്തിന് ഒരു ഓർമ്മ പുസ്തകത്തിന്റെ സമർപ്പണം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് K വിനോദ് കുമാർ സമർപ്പണം നിർവഹിച്ചു. ഒരു പുസ്തകം ജോലി ചെയ്തിട്ടുള്ള നിരന്തരമായി പുസ്തകം ഒരു ദിവസം ഒരു നടിച്ച പുസ്തകം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വിട്ടു. അതിന്റെ
മധ്യവേദിയിലുള്ള ഒരു കുറിപ്പിൽ നിന്നാണ് അദ്ദേഹം കരണ്ട് കണ്ടുപിടിക്കാൻ കാരണമായി വന്നത്. മാതമംഗലം CP നാരായണൻ സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ വർഷത്തെ വായനാവാരത്തോടനുബന്ധിച്ച് വ്യത്യസ്തങ്ങളായ നിരവധി പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായി എൻ്റെ വിദ്യാലയത്തിന് ഒരു ഓർമ്മ പുസ്തകം പദ്ധതിയിലൂടെ സമാഹരിച്ച 500,000 രൂപയുടെ പുസ്തകങ്ങൾ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് സ്കൂളിന് കൈമാറി. പ്രശസ്ത കവി പവിത്രൻ തീക്കുനി മുഖ്യപ്രഭാഷണം നടത്തി. NP ഭാർഗവൻ അധ്യക്ഷത വഹിച്ചു. KV സുനുകുമാറാണ് പദ്ധതി വിശദീകരണം നടത്തിയത്. K വിനോദ് കുമാർ പുസ്തക സമർപ്പണം നടത്തി. ജയദേവൻ MC പുസ്തകം ഏറ്റുവാങ്ങി. ലൈബ്രറി കമ്പ്യൂട്ടറൈസേഷൻ ഉദ്ഘാടനം KV കൃഷ്ണൻ മാസ്റ്റർ നിർവഹിച്ചു. കയ്യെഴുത്ത് മാസിക VV ബാലകൃഷ്ണൻ പ്രകാശനം ചെയ്തു. TS ഉണ്ണി മാസ്റ്റർ, PN ശിവൻ, ഷിബു MM എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് വ്യാപാരികൾക്കായി സംഘടിപ്പിച്ച 2 ദിവസത്തെ പരിശീലന ക്ലാസ് കാനായി യമുനാ തീരത്ത് കണ്ണൂർ SP PN ഉണ്ണിരാജൻ ഉദ്ഘാടനം ചെയ്തു. ചേംബർ പ്രസിഡന്റ് KU വിജയകുമാർ അധ്യക്ഷനായി. ജില്ലാ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ദേവസ്യ മേച്ചേരി, യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് VKB മനോജ് എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് MB തിലകൻ പതാക ഉയർത്തി. ജനറൽ സെക്രട്ടറി V നന്ദകുമാർ സ്വാഗതം ആശംസിച്ചു. സായി കിഷോർ, PN ശ്രീകല, AV ശ്രീധരൻ, CM സത്യജിത്ത്, E രാജലക്ഷ്മി, P രാജീവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. അഡ്വക്കേറ്റ് AV വാമനകുമാർ, K ജയപാലൻ എന്നിവർ ക്യാമ്പംഗങ്ങൾക്ക് വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാനായി മേലോത്തുംചാൽ യൂണിറ്റിന്റെയും DYFIയുടെയും സംയുക്താഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M വാസന്തി ഉദ്ഘാടനം ചെയ്തു. കാനായി ദേശോദ്ധാരണ വായനശാലയിൽ നടന്ന ചടങ്ങിൽ AIDWA യൂണിറ്റ് പ്രസിഡന്റ് PP ഇന്ദുലേഖ അധ്യക്ഷയായി. ജീവിതശൈലിയും മഴക്കാല രോഗങ്ങളും എന്ന വിഷയത്തിൽ പരിയാരം ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാജു K ക്ലാസ് എടുത്തു. CPIM മേലോത്തുംചാൽ ബ്രാഞ്ച് സെക്രട്ടറി E രാജീവൻ, കോറൂം ഈസ്റ്റ് മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് MV രാമകൃഷ്ണൻ, വായനശാല സെക്രട്ടറി C മധുസൂദനൻ മാസ്റ്റർ, PV റോഷൻ, PV ദീപക് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പെരളം സമന്വയയുടെ ആഭിമുഖ്യത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അനുമോദനവും വിദ്യാലയങ്ങൾക്കുള്ള കസേര വിതരണവും പെരളം കിഴക്ക് അംഗൻവാടിയിൽ നടന്നു. പരിപാടിയുടെ ഉദ്ഘാടനവും അനുമോദനവും പഞ്ചായത്ത് അംഗം C ബാലകൃഷ്ണൻ നിർവഹിച്ചു. സമന്വയ പെരളത്തിന്റെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ A+ വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും പെരളം ALP സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കുള്ള കസേര വിതരണവും പെരളം കിഴക്ക് അംഗൻവാടിയിൽ നടന്നു. സമൂഹത്തിലെ വിഷയങ്ങളിൽ നിരന്തരം ഇടപെട്ട് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു പ്രസ്ഥാനമാക്കി ചുരുങ്ങിയ കാലം കൊണ്ട് സമന്വയം മാറിയെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ C ബാലകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ വെച്ച് പ്രകൃതിമിത്ര അവാർഡ് നേടിയ പെരളത്തെ AV നാരായണനെ അനുമോദിച്ചു. അനുമോദനവും ഉപഹാര സമർപ്പണവും കാസർഗോഡ് ജില്ലാ പ്രൊജക്ട് ഓഫീസർ ഡോക്ടർ M ബാലൻ മാസ്റ്റർ നിർവഹിച്ചു. ചടങ്ങിൽ K ബാലകൃഷ്ണൻ അടിയോടി അധ്യക്ഷനായി. K ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, PV ഗോവിന്ദൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡ് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ വാർഡ് തല ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ പകർച്ചപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങളുമായി കുടുംബശ്രീ പ്രവർത്തകർ രംഗത്ത് വന്നത്. പഞ്ചായത്ത് മെമ്പർ C ബാലകൃഷ്ണൻ നേതൃത്വം നൽകി. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിൽ 5, 6, 7 വാർഡുകളിൽ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് 8ാം വാർഡ് ശുചീകരണ പ്രവർത്തനങ്ങളുമായി മുന്നിട്ടിറങ്ങിയത്. വീടുകളുടെ പരിസരം, ഒഴിഞ്ഞ പറമ്പുകൾ, റോഡുകൾ തുടങ്ങിയ സ്ഥലങ്ങൾ കുടുംബശ്രീ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചു. വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങൾ മണ്ണിട്ട് നികത്തിയും മറ്റുമാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. അന്താരാഷ്ട്ര യോഗാ ദിനം. യോഗ പരിശീലനവും പ്രവേശനവും അടക്കം വൈവിധ്യമാർന്ന പരിപാടികളോടെ അന്നൂർ ആർഷ വിദ്യാലയത്തിൽ ആചരിച്ചു. ഹെഡ് മാസ്റ്റർ TLV കുഞ്ഞിരാമൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ വിദ്യാലയ സമിതി പ്രസിഡന്റ് PP കരുണാകരൻ മാസ്റ്റർ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. MVM രാമചന്ദ്രൻ മാസ്റ്റർ, PTA പ്രസിഡന്റ് മുരളി, മാതൃസമിതി പ്രസിഡന്റ് ജയ, വിദ്യാലയ സമിതി അംഗങ്ങളായ TK രാമചന്ദ്രൻ, പ്രതിഭ കരുണാകരൻ, KU സഹദേവൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് നടന്ന യോഗ പ്രദർശനത്തിന് ശ്രീജ ടീച്ചർ നേതൃത്വം നൽകി. രക്ഷിതാക്കൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, സമിതി അംഗങ്ങൾ എന്നിവരടക്കം നിരവധി പേർ പരിപാടിയിൽ സംബന്ധിച്ചു. കേരള സർക്കാർ സഹകരണ വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന ആലില സുവർണ കേരളം പദ്ധതിയുടെ ഭാഗമായുള്ള വൃക്ഷത്തൈ ജൈവ പച്ചക്കറി നടിയിൽ രാമന്തളി സർവീസ് ബാങ്ക് പരിസരത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV ഗൗരി ഉദ്ഘാടനം ചെയ്തു. അന്നൂർ സഞ്ജയൻ സ്മാരക ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ വായനാ വാരാചരണവും PN പണിക്കർ അനുസ്മരണവും സംഘടിപ്പിച്ചു. ചടങ്ങിന്റെ ഉദ്ഘാടനവും അനുബന്ധമായി നടന്ന CD പ്രകാശനവും താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് വൈക്കത്ത് നാരായണൻ മാസ്റ്റർ നിർവഹിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ വായന മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണവും ചടങ്ങിൽ നടന്നു.
ഗ്രന്ഥാലയം പ്രസിഡന്റ് KV നാരായണൻ അധ്യക്ഷനായി. നിരവധി പേർ സംബന്ധിച്ചു. അന്നൂർ ആരോഗ്യനികേതന്റെ ആഭിമുഖ്യത്തിൽ യോഗാ ദിനാചരണം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. മഴക്കാല രോഗപ്രതിരോധത്തിന്റെ ഭാഗമായി പ്രകൃതി ചികിത്സാ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൽ ക്യാമ്പയിൻ നടന്നു. ഡോക്ടർ താരിമ KL, ഡോക്ടർ ശ്രുതി ഗോവിന്ദ്, ഡോക്ടർ ഹിരൺമയി എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. പയ്യന്നൂർ പ്രകൃതി ജീവന സമിതി പുറത്തിറക്കിയ ജീവനം എന്ന ബുള്ളറ്റിന്റെ പ്രകാശനം പയ്യന്നൂർ നഗരസഭ മുൻ ചെയർമാൻ GD നായർ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് M രാമകൃഷ്ണന് നൽകി നിർവഹിച്ചു. PM ബാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബസ്സുകൾ തോറും കയറിയിറങ്ങി ബുള്ളറ്റിൻ വിതരണം ചെയ്തുകൊണ്ടുള്ള ക്യാമ്പയിൻ ശ്രദ്ധേയമായിരുന്നു. K കുഞ്ഞിരാമൻ മാസ്റ്റർ, U കൃഷ്ണപ്പൊതുവാൾ, VV കുമാരൻ, RK കാനായി എന്നിവരുടെ മുൻകൈയിലാണ് പരിപാടി സംഘടിപ്പിക്കപ്പെട്ടത്. വിദ്യാർത്ഥി പുഴയിൽ മുങ്ങി മരിച്ചു. മാത്തിൽ ആലപ്പടമ്പിലെ മോഹൻദാസ് കരുണ ദമ്പതികളുടെ മകൻ അർജുൻദാസ് സിക്കിമിൽ വെച്ച് പുഴയിൽ മുങ്ങി മരിച്ചത്. 22 വയസ്സായിരുന്നു. അലഹബാദിൽ ആനിമേഷൻ ടെക്നോളജി വിദ്യാർത്ഥിയായ അർജുൻദാസ് പഠനാവശ്യത്തിനാണ് സിക്കിമിൽ പോയത്. മൃതദേഹം ചൊവ്വാഴ്ച രാവിലെ നാട്ടിലെത്തിക്കും. ഫാഷൻ ടെക്നോളജി വിദ്യാർത്ഥിനിയായ ആതിര ഏക സഹോദരിയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വീശിയടിച്ച് കാലവർഷം ജനങ്ങളിൽ ഭീതി വിതയ്ക്കുന്നു. വിവിധ ഭാഗങ്ങളിൽ വൻ നാശനഷ്ടം. വൈവിധ്യമാർന്ന പരിപാടികളുമായി വായനാ വാരാചരണത്തിന് തുടക്കമായി. സ്കൂളുകളിലും വായനശാലകളിലും പുസ്തക ചർച്ചകളും അനുബന്ധ പരിപാടികളും. കരിവെള്ളൂർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന്റെ ശോച്യാവസ്ഥയിൽ പ്രതിഷേധിച്ച് DYFI പ്രക്ഷോഭത്തിലേക്ക്. പ്രക്ഷോഭത്തിന്റെ ആദ്യഘട്ടമായി ആശുപത്രിയിലേക്ക് മാർച്ചും ധർണയും. വലിയ പറമ്പ് പഞ്ചായത്തിലെ തെക്കൻ മേഖലാ നിവാസികളുടെ ആശ്രയമായിരുന്ന കുടിവെള്ള സംഭരണി നാട്ടുകാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നു. കാലപ്പഴക്കത്താൽ ജലസംഭരണിക്കേറ്റ ക്ഷതങ്ങളാണ് അപകടക്കണിയൊരുക്കുന്നത്. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ തോട് അറ്റകുറ്റപ്പണി നടത്തി പൂർവ്വസ്ഥിതിയിലാക്കി. നടപടി നെറ്റ്വർക്ക് വാർത്തയെ തുടർന്ന്. ഹക്കീം വധം. പയ്യന്നൂർ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV ബാബുവിന്റെ നിരാഹാരം 3ാം ദിവസത്തിലേക്ക്. സമരത്തെ പിന്തുണച്ച് വിവിധ സംഘടനകളും പ്രമുഖ വ്യക്തികളും സമരപ്പന്തലിലെത്തി. ഇനി മാറ്റുലിയിലേക്ക്. ഇടവമാസം കടന്നുപോയിട്ടും കാലവർഷത്തിന്റെ ഒളിച്ചുകളി അവസാനിച്ചില്ല. പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ. പ്രകൃതി തന്നെ നമ്മളോട് പിണങ്ങിയിരിക്കുകയാണെന്ന് തോന്നുകയാണ്. കാരണം അല്ലെങ്കിൽ ജൂൺ മാസത്തിൽ നനഞ്ഞ് കുതിർന്ന് ആ ഒരു മഴയുടെ സൗന്ദര്യവും സംഗീതവും ഒന്നും അനുഭവിക്കാതെ പോവാറില്ല നമ്മൾ. എപ്പോഴും അങ്ങനെയാണ്. പക്ഷേ ഇത് നമുക്ക് ഇന്ന് മഴ വരുമായിരിക്കും, നാളെ ഉണ്ടാവുമായിരിക്കും എന്ന ഒരു പ്രഡിക്ഷനിൽ മാത്രമാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പ്രകൃതി തന്നെ നമ്മളോട് പിണങ്ങുകയാണെന്ന് തോന്നുന്നു. ശരിക്കും നമ്മൾ പ്രകൃതിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രകൃതി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇന്ന് രാവിലെ തന്നെ വരുമ്പോൾ പെരുമ്പയിലൊക്കെ മരം വെട്ടിയിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് വിഷമം തോന്നുകയാണ്. പിന്നെ എങ്ങനെയാണ് നമുക്ക് മഴയുണ്ടാകുന്നത്, അല്ലെങ്കിൽ പ്രകൃതി എങ്ങനെയാണ് നമ്മളെ സ്നേഹിക്കുക എന്നുള്ളത് ശരിക്കും നമ്മൾ തന്നെ ആലോചിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. ഇപ്പം മഴ വരുന്നതിന് ഗുണമില്ല. വേണ്ട സമയത്ത് മഴയില്ല. 1.5 മാസം കഴിഞ്ഞു മഴ കിട്ടും. ആ മഴയുടെ നമുക്ക് ഗുണമില്ല. ഇനി പന്ത്രപ്പാട് വന്നു കഴിഞ്ഞു, വെള്ളം കയറി അതങ്ങ് പോയി. ആദ്യമായിട്ടൊരു ജൂൺ മാസത്തിൽ ഇങ്ങനെ മഴയിലാണ്ടിരിക്കുന്നുണ്ടാവില്ലേ. ഇപ്പോൾ എല്ലാ കൊല്ലവും നമ്മൾ സ്കൂളിൽ വരുമ്പോൾ ജൂൺ 1-നായാലും അങ്ങോട്ടുള്ള എല്ലാ ദിവസത്തായാലും മഴ നനഞ്ഞിട്ട് മാത്രമേ ക്ലാസ്സിലിരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ കൊല്ലം മഴയുടെ ഒരു തുള്ളി നമ്മളെ ദേഹത്തെവിടെയെങ്കിലും വീണിട്ടുണ്ടോയെന്ന് സംശയമാണ്. അത്ര പോലും മഴ തീരെ പെയ്യാതിരിക്കുന്നൊരു ഇതാണ്. ഓരോ വർഷം കഴിയുന്നവരും മഴയുടെ അളവ് കൂടിയും കുറഞ്ഞും ഇരിക്കുന്നുണ്ടെങ്കിലും ഈ വർഷം ഒന്നുമില്ല. നല്ലൊരു മഴ പെയ്തിന് ശരിക്കും ഉറപ്പിച്ച് പറയാൻ നമ്മളെ കൊണ്ട് പറ്റൂല. മഴക്കാലമാണെന്ന് വെച്ചാൽ മഴക്കാലമാണ്. പക്ഷേ മഴക്കാലത്തിൻ്റെ യാതൊരു ഇതുമില്ല. പനി കറക്റ്റായിട്ട് വരുന്നുണ്ട്, പക്ഷേ മഴ പെയ്യുന്നില്ല. നിറഞ്ഞൊഴുകുന്ന തോടുകളാണ്, അതൊന്നും നമ്മൾ എവിടെ കാണുന്നില്ല. മഴ ഇപ്രാവശ്യം വളരെ ദുർബലമായിട്ടാണ് കാണുന്നത്. സാധാരണ പോലെ ഇല്ല. അത് പേപ്പറിലൊക്കെ വായിക്കുന്നുണ്ട്. ആ മഴൻ്റെ ദൗർബല്യം കാരണം തന്നെ നമ്മുടെ കാർഷിക വിളകളെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കുരുമുളകിനെല്ലാം ഇപ്പം ഇണർ പൊട്ടുന്ന കാലമാണ്. അപ്പോൾ ഇത് ഈ സമയത്ത് എല്ലാം ഇണറെല്ലാം തന്നെ വീണ് നശിക്കുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ തെങ്ങ്, കഴുങ്ങ് എല്ലാറ്റിനും ഈ മഹാളി രോഗം ഈ കാലാവസ്ഥയിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. അതിനൊക്കെ കർഷകന് വലിയ അല്ലെങ്കിൽ വിളനഷ്ടം പാട് സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.